വേഴ്സസ് ബെൽജിയം ആർക്കായിരിക്കും സാധ്യത? എന്താണ് കാണുന്നത്? ആരൊക്കെയാണ് ഇതിലെ മികച്ച കളിക്കാർ? എന്തൊക്കെയായിരിക്കും ഇവരുടെ ലൈനപ്പിന്റെ സാധ്യതകൾ കൂടിയാണ് നമ്മൾ പ്രവചിക്കുന്നത്. എന്താണ് അനൂപേട്ട? ഇന്നത്തെ മത്സരത്തിൽ എനിക്ക് ഒരു മുൻതൂക്കം, എനിക്കൊരു ചെറിയ മുൻതൂക്കം എന്റെ അഭിപ്രായത്തിൽ സ്പെയിൻ തന്നെയായിരിക്കും. കാരണം സ്പെയിൻ കളത്തിലെ കടലാസിലെ കണക്കനുസരിച്ച് സ്പെയിൻ തന്നെയാണ് കരുത്തന്മാര്. അപ്പൊ സ്പെയിൻ തന്നെ ഒരു ഗോളിന് സ്പെയിൻ ഈ ലോകകപ്പിൽ ഏറ്റവും പിശുക്കന്മാരാ. കുറച്ച് ഗോൾ 9 ഗോൾ അടിച്ചിട്ട്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, പിശുക്കന്മാരൊപ്പം തന്നെ ഗോൾ തിരിച്ചു മേടിക്കാറില്ല. ഒരു ഗോൾ പോലും ഇതൊരു വലിയ റെക്കോർഡാണ് സംഭവം. അതെ, ക്ലീൻ ഷീറ്റ്. ക്യാബ് ഓവറിലേക്ക് മുൻപിൽ മാത്രമാണ് സമനിലയ്ക്ക് വഴങ്ങേണ്ടി വന്നത്. പക്ഷെ പിന്നെയുള്ള മത്സരങ്ങളെല്ലാം സ്പെയിൻ ഓരോ കളി മെച്ചപ്പെട്ടിരുന്ന ടീമാണ്. ഈ ലോകകപ്പിലെ ഒരു കപ്പ് ഫേവറേറ്റുകൾ തന്നെയാണ് സ്പെയിൻ പറയാം. അതെ, അപ്പൊ സ്പെയിന്റെ ഓരോ കളിക്കാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ തുറുപ്പീട്ടുകൾ നഷ്ടതി ആരായിരുന്നു തുറുപ്പീട്ടെന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ ലെമീൻ യമലിന്റെ ജേഴ്സി കണ്ടില്ലേ, യുവതാരം. അപ്പം നമ്മുടെ റോഡ്രിയെ ഞാനൊരു തുറുപ്പ് ചീട്ടായിട്ട് കാണുന്നുണ്ട്. റോഡ്രിയും പെഡ്രിയെ മൈക്കൽ ഓയർസബാൽ കൂടി. പക്ഷെ ഞാൻ ഈ കൂട്ടത്തിനകത്ത് എന്റെ സ്പെയിനിന്റെ കളി കൊണ്ടുവന്ന ഒരാളെന്ന് പറഞ്ഞാൽ റോദ്രിയാണ്. റോദ്രിയുടെ കാലിലോട്ട് നോക്കി ഒരു പക്ഷേ നമുക്ക് അറിയാൻ പറ്റും കളി എങ്ങനെയാണ് പോകുന്നത്, നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ അപകടകാരിയാണ് പെദ്രി. ഈ ലോകകപ്പിൽ 3200 ചില പാസുകളാണ് സ്പെയിൻ ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് 238 പാസുകളോളം, അതിനകത്ത് എത്ര പെനാൽറ്റി ഏരിയയിൽ മാത്രം 200-ലേറെ പാസുകൾ കൊടുത്തൊരു പ്ലെയർ ഉണ്ട് ഈ ലോകകപ്പിൽ. ആ പെദ്രിയാണ്. അപ്പൊ പഴയ നമ്മുടെ ആന്ദ്രെ ഇനിയസ്റ്റ പോലെ 2010 ലോകകപ്പില് സ്പെയിൻ വിജയഗോൾ അടിച്ച ആന്ദ്രെ ഇനിയസ്റ്റയുടെ മറ്റൊരു പതിപ്പാണ് പെദ്രി. ഗോൾ അടിച്ചില്ലെങ്കിലും കളിക്കാരെ ഗോൾ അടിപ്പിക്കാൻ അപകടകാരിയായ ഒരു പ്ലെയർ ആണ് പെദ്രി. മധ്യനിരയിൽ നിന്നും ഇവിടെ ഫൈനൽ തേർഡ് വരെ ഇരമ്പിക്കയറാനും അതുപോലെ തിരിച്ചിറങ്ങാനും പന്തി പിടിച്ചെടുക്കാനുള്ള കഴിവാണ് പെദ്രി. ഇതേ പ്രകടനമാണ് ബാഴ്സലോണ കാണിക്കുന്ന അതേ പ്രകടനം തന്നെയാണ് സ്പാനിഷ് ടീമിന് വേണ്ടിയും കാണിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ സ്പെയിന് പ്രശ്നം പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ ഫിനിഷർ അഭാവമാണുള്ളത്. പക്ഷെ അത് മൈക്കൽ കഴിഞ്ഞ കളിയിൽ അത് അവർ നികത്തിയിട്ടുണ്ടായിരുന്നു. ഉണ്ടെങ്കിലും പക്ഷെ ഓർസബാൾ എല്ലാ കളിയിലും ഗോൾ അടിക്കുന്നില്ല. കഴിഞ്ഞ കളിയിൽ മൊറീനിയോ ഗോൾ അടിച്ചല്ലേ? അപ്പുറത്തും അതേപോലെ നമ്മൾ നോക്കുമ്പോൾ സൂപ്പർ സബ് കിടപ്പുണ്ട്, ലുക്കാക്കു വരുന്നുണ്ട്. നമ്മള് അത് ഇതിനകത്ത് ചേർച്ചില്ല. പുള്ളിക്കാരൻ ഇപ്പൊ നിലവിൽ സൂപ്പർ സബാറ്റ ഉപയോഗിക്കണം. അപ്പൊ ലുക്കാക്കു വരുമ്പോ കളിയുടെ മൂഡ് അങ്ങ് മാറും. പക്ഷെ ഇതിനകത്ത് സ്പെയിന്റെ വേറെ കാര്യം ഞാൻ പറയാൻ പറ്റൂ. ഇതിനകത്ത് അവരുടെ സെന്റർ ബാക്കുകളാണ് ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെട്ട കാര്യം. എമറിക് ലപ്പോർട്ടയും പാക്കുപർസിക്ക് എനിക്കൊന്ന് 19 വയസ്സങ്ങാണ്ട് പ്രായമുള്ളൂ പാക്കുപർസിക്ക്. അപ്പൊ ഈ രണ്ടുപേരെയും കൊണ്ട് പന്ത് കൊണ്ടുപോകാന്നുള്ളത് മറ്റേ ചാൾസ് ടിക്കറ്റിലൊക്കെ വലിയ പാടാണ്. പിന്നെ മാർക്ക് കുക്രെ ആണെങ്കിൽ വലതുവശത്തൂടെ എതിർ വിങ്ങുകളിൽ വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു പ്ലെയറാണ് കുക്രയുടെ നീളം മുടിയൊക്കെ ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാരൻ കൊടുത്ത 2 ക്രോസുകൾ ഉണ്ടായിരുന്നു, നല്ല രസം ഭംഗിയേറിയ ക്രോസുകൾ ഉണ്ടായിരുന്നു. അത് നമ്മള് വളരെ വേഗതയുള്ള മനുഷ്യനും കുക്രയും എനിക്കൊന്നും ഒരു പഴയ റോബർട്ടോ കാർലോസിനൊക്കെ പോലെ വളരെ അതിവേഗം വന്ന് അതിവേഗം മടങ്ങി പോകുന്ന ഒരു പ്ലെയറാണ് കുക്രെ. പിന്നെ പെദ്രോ പോറയും അതിൽ അപകടകാരിയാണ്. പിന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ടത് ഡാനി ഓൾമോ എപ്പം വേണമെങ്കിൽ ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. സ്പെയിനിൽ വേണമെങ്കിൽ ഒരുപക്ഷെ മുന്നോട്ട് കയറ്റി ഒരു എയർസബാളിനൊപ്പം തന്നെ മുന്നോട്ട് കയറ്റി കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. പിന്നെ യമാൽ ഈ വേൾഡ് കപ്പിൽ അത്ര ഫോമിലായിട്ടില്ല. പിന്നെ വേറെ ഒരാളുടെ ദിവസം പരിക്ക് പോലെ ഇരിപ്പുണ്ട്, ചിലപ്പോൾ ഇന്ന് കളിപ്പിക്കില്ലെന്ന്. മറ്റേ നിക്കോ വില്യംസ് യമാല് ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങില് നിക്കോ വില്യംസോടെ വരുവാണെങ്കിൽ കാര്യം വില്യംസിന് കുക്കറയിലെ ഒരു ടീമപ്പ് ഉണ്ട്, അത് ഗംഭീരമായിരിക്കും. കഴിഞ്ഞ യൂറോ കപ്പിലൊക്കെ നമ്മൾ കണ്ടറിയണം. കഴിഞ്ഞ യൂറോ കപ്പിൽ സ്പെയിന് യൂറോ കപ്പ് നേടിക്കൊടുക്കുന്നതിൽ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ലാമിൻ യമാലിനൊപ്പം തന്നെ നിക്കോ വില്യംസോടെ വരുവാണെങ്കിൽ സ്പെയിൻ ഇരട്ടി കരുതും. പിന്നെ വേറെ ഊനൈസുമുണ്ട്, അതാണ് ഒരു ഗോൾ പോലും ഗോൾ വഴങ്ങാൻ നിൽക്കുന്നത്. സാക്ഷാൽ ഐഗർ കസ്യസിന് പോലും കിട്ടാത്ത നേട്ടമാണ് എടുക്കുന്നത്. എനിക്കൊന്ന് 69-ാം മിനിറ്റ് വരെ ഗോള് വഴങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബെൽജിയംകാർ റെഡ് ഡെവിൾസ് ശരിക്കും പേടിക്കണം അല്ലേ? പണിയെടുക്കേണ്ടി വരും. പക്ഷെ എനിക്കൊന്നും ബെൽജിയത്തിനെ സംബന്ധിച്ചുള്ള ഈ 90 മിനിറ്റ് വരെ കളി ഒരേ രീതിയിൽ അല്ലെങ്കിൽ അതേ തീവ്രതയിൽ കൊണ്ടുപോകാൻ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇനി എന്താണ് ബെൽജിയത്തിലെ ബെൽജിയത്തിൽ കാണുന്ന ആ തുറപ്പു ചീട്ടുകൾ? ലെമീൻ യമാലിനെ പൂട്ടാനുള്ള അല്ലെങ്കിൽ റോഡ്രിയെ പൂട്ടാനുള്ള അതാ ചേട്ടാ ഞാൻ പറഞ്ഞത്, പൂട്ടാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ തിരിച്ചൊരു കൗണ്ടർ ചെയ്യാൻ വേണ്ടി അത്രയ്ക്ക് എനർജറ്റിക് ഒരു അവരെയൊക്കെ ഭേദിച്ച് ഗോൾ അടിക്കുക എന്നുള്ളതും അത്ര നിസ്സാര സംഭവമല്ല. പിന്നെ സ്പെയിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ
അവര് കളി മറ്റേ ഗോൾ അടിക്കുന്നതിനപ്പുറം പാസ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഗോൾ അടിക്കാൻ മറന്ന പ്രധാന വിനോദം അല്ലേ? അതെ ഗോൾ അടിക്കാൻ മറന്ന പാസ് കൊടുക്കും. അല്ല ഗോൾ അടിക്കാൻ മറന്ന പണിയാവും. കാരണം ലീഗ് റൗണ്ട് പോലല്ല, ബെൽജിയം പെനാൽറ്റി ഷൂട്ടിലൊക്കെ സ്പെയിൻ എത്രമാത്രം കീഴടക്കാൻ പറ്റുന്നത് കണ്ടറിയണം. കാരണം സ്പെയിന്റെ പ്രശ്നം ഗുണമെന്ന് പറയുന്നത് സ്പെയിന് ഈ വേൾഡ് കപ്പിലെ പലരും പറഞ്ഞാൽ ഏറ്റവും മികച്ച യുവനിരയും മറ്റേ പരിചയസമ്പന്ന യുവത്വം ചേർന്ന ഒരു ടീമാണ് സ്പെയിന്. ഇപ്പൊ പെദ്രിയുടെ രണ്ടാമത്തെ ലോകകപ്പാണ്. പക്ഷെ പെദ്രിക്ക് പ്രായം 21 വയസ്സ് പ്രായമുള്ളൂ. അപ്പൊ തന്നെ അറിയില്ല സ്പാനിഷ് ടീമിന്റെ ഒരു കരുത്ത് മുതലാണുള്ളത്. അപ്പോ ഒരു കാര്യം കൂടി, അതായത് ഇപ്പൊ രണ്ട് തുല്യ ശക്തികളെന്ന് വിളിക്കാൻ പറ്റും. ഏകദേശം സാധിക്കും. പക്ഷെ ബെൽജിയത്തിന്റെ ഒരു ചെറിയ ലൂപ്പ് ഹോൾ എങ്കിലും ഉണ്ടോ ബെൽജിയം ജയിക്കാനുള്ള? ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ബെൽജിയം ജയിക്കാനുള്ള ലൂപ്പ് ഹോള് പെനാൽറ്റി മാത്രം വെച്ചാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ചേട്ടനാ കേട്ടാ. ഇല്ല, ബെൽജിയം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബെൽജിയം ശക്തമായ ടീം തന്നെയാണ്. അതിനകത്ത് കെവിൻ ഡുബ്രെയിൻ ഇല്ല. ഡുബ്രെയിൻ കഴിഞ്ഞ വർഷം ഡുബ്രെയിൻ ഇല്ലായിരുന്നു. ഡുബ്രെയിന് പകരമാണ് നിക്കോളാസ് റസ്കിനെ ഇറക്കി. പക്ഷെ ഒരു പക്ഷേ ഇന്നത്തെ കളിയിൽ ഒരു പക്ഷേ ഡിബ്രെയിൻ മടങ്ങി വന്നേക്കും. ഡിബ്രെയിൻ മടങ്ങി വന്ന ഒരു പക്ഷേ നിക്കോളാസ് റസ്കിൻ ആദ്യ 11 ഉണ്ടാകത്തില്ല. ലുക്കാക്കു എല്ലാ മത്സരങ്ങളും പോലെ അവസാന സൂപ്പർ സബ്ബായിട്ട് ഇറങ്ങിയ ഗോൾ അടിക്കുന്ന ആളാണ്. അവസാനത്തെ 20 മിനിറ്റിൽ ഒരു ഗോൾ പ്രതീക്ഷിക്കാം. ഈസി വാക്കോർ സ്പെയിന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ബെൽജിയം നല്ല എതിരാളി തന്നെയാണ്. കാരണം ബെൽജിയത്തിന്റെ സുവർണ്ണ തലമുറയിലെ ഇപ്പം ബെൽജിയം ഏതൻ ഹസാർഡും ലുക്കാക്കും ഒക്കെ ഉണ്ടായിരുന്ന തലമുറയിൽ അവസാന കണ്ണികളായ 2 പേര്, ഒരു 3 പ്ലേയേഴ്സ് ഉണ്ട്. മറ്റാരുമല്ല, മറ്റേ തിബോ കുബോട്ടിയും മറ്റേ ഏതൻ ഹസാർഡ്, മറ്റേ തിബോ കുബോട്ടിയും കെവിൻ ഡിബ്രൂയും ലുക്കാക്കും ഉള്ളത്. പക്ഷെ അവർക്ക് ഒരു വീരോചിത യാത്രയപ്പ് നൽകാൻ വേണ്ടി ഒരു പക്ഷേ അവരുടെ ലോകകപ്പിലെ പങ്കാളിത്തം കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ബെൽജിയൻ ടീമിലെല്ലാവരും അണിനിരക്കും, അല്ലെങ്കിൽ അവർ ഒത്തൊരുമിച്ച് പോരാടുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഗോളിയെ കുറിച്ച് പറയണം കേട്ടോ, കോർട്ടിയസിനെ കുറിച്ച് പറയണം. അതായത് ഇപ്പുറത്തുള്ള അതേ കരുത്താണ് അപ്പുറത്തുള്ള ബെൽജിയത്തിന്. പക്ഷേ ഇതിനകത്ത് വേറെ പ്രത്യേകത പറഞ്ഞല്ലേ, ഈ സ്പാനിഷ് ടീമിൽ ഒറ്റ റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സ് ഇല്ല. റയൽ മാഡ്രിഡ് ഒരു പ്ലെയർ ലോകകപ്പിന്റെ സ്പെയിന്റെ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റയൽ മാഡ്രിഡ് ഒരു താരങ്ങൾ പോലും ഇല്ലാത്ത. പക്ഷെ ഇവിടെ ഒരു റയൽ മാഡ്രിഡ് പ്ലെയർ ഇവിടെ ഉണ്ട്. പക്ഷെ അതെ, കുക്കുറേ അങ്ങോട്ട് റയലിലോട്ടാണ്, ഇപ്പം ചെൽസിയിലാണ്, ചെൽസിന്ന് റയലിലോട്ടാണ് ജോയിൻ ചെയ്യാൻ ഇരിക്കുന്നത്. അങ്ങനെയുണ്ട്. പക്ഷെ റയലിന്റെ ഒരു പ്ലേയേഴ്സ് പോലും ഇല്ലാതാണ് ഇത്തവണ ലൂയി ഹുയ എന്ന ടീമിനെ ഇറക്കിയിരിക്കുന്നത്. പക്ഷെ എല്ലാ ഉത്തരം ചിലപ്പോ ഈ സ്പാനിഷ് വന്മതിലായിരിക്കും അതോ ബെൽജിയം വന്മതിലായിരിക്കും? ആരായിരിക്കും ഏറ്റവും അധികം പ്രതിരോധം തീർക്കുക? ആരായിരിക്കും പറന്ന് പിടിക്കാൻ പോവാ? പറന്ന് പിടിക്കാൻ പിന്നെ തീർച്ചയായിട്ടും കോർട്ടിയസിന്റെ രീതി വേറെയാണ്, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്, എജിലാണ്. അപ്പൊ എജിലിറ്റി ഉള്ള വ്യക്തിയാണ്. അപ്പം രണ്ടുപേരും കളി സ്പെയിനാണ് കൂടെ പ്രതിരോധ കടുപ്പം കൂടെ സ്പെയിനാണ്. സ്പെയിന്റെ പ്രതിരോധവും മിഡ്ഫീൽഡും ഡിഫൻസും ഒരുപോലെ ഒരേ രസച്ചരടി പോകുന്നതാണ്. പക്ഷെ സ്പെയിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗോൾ അടിക്കാൻ അവർക്ക് പറ്റാറില്ല. പലപ്പോഴും ഗോൾ അടിക്കുന്ന ഒരു ശീലമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇതൊക്കെ ഒരു 6 അടി 4 ഇഞ്ച് പയ്യനാണ്. 6 അടി ചാൾസ് ഡിക്കറ്റ്ലാര കഴിഞ്ഞ ദിവസം 2 ഗോൾ അടിച്ച്. ഡിക്കറ്റ്ലാര പ്രത്യേകത പറഞ്ഞാലും വളരെ മെലിഞ്ഞ ശരീരമാണ്. നമ്മുടെ ക്ലോസെ പോലെ ഹെഡ്രിക്കൂടെ, മിറാസ്ലാവ് ക്ലോസെ പോലെ ഒരു ഹെഡ്രിക്കൂടെ ഗോൾ അടിക്കാൻ മിടുക്കനാണ്. അപ്പോ വമ്പൻ പോരാട്ടമായിരിക്കുമെന്നാണ് ഇരുവരും പറയുന്നത്. രണ്ടുപേരും സ്പെയിനാണ് ഒരു വിജയ സാധ്യത പ്രവചിക്കുന്നത്. അപ്പോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ 2 രാജ്യങ്ങൾക്കും 2 ടീമിനും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാകും, വീക്ക്നെസ് ഉണ്ടാകും. അത് നമ്മളിനി ഇടകീറി ഒന്ന് പരിശോധിക്കുകയാണ്. നോക്കാം എന്താണ് സ്പെയിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത്. ഫിഫ റാങ്കിങ്ങിൽ 2ാമതാണ് സ്പെയിൻ. അപ്പോൾ ബെൽജിയം 9ാം സ്ഥാനത്ത് തുടരുകയാണ്. ടിക്കി ടാക്കയുടെ ആധുനിക രൂപം അല്ലേ നിതീഷ് ചേട്ടാ? അത് ഒരു കരുത്തായിരിക്കും അവർക്ക്. ടിക്കി ടാക്കയൊക്കെ പലരും പൊളിച്ചു, പലതവണ പൊളിച്ചു. സ്പെയിനിൽ ബാധ്യതയ സാധനമാണ്. എന്നാലും ലൂയി ഹുയ അതിന്റെ വേറൊരു സാധനമാണ് കൊണ്ടുവരുന്നത്. സ്പെയിന്റെ ഏറ്റവും കരുത്തുറ്റ നട്ടൽ എന്ന് പറയുന്നത് മാരക അറ്റാക്കിംഗ് തന്ത്രങ്ങൾ. സ്പെയിൻ ഏത് വിധനെയും പറ്റും. കളി നിയന്ത്രിക്കാനും മിടുക്കരാണ്, കളി മെനയാനും മിടുക്കരാണ്. അതെ, ഗോൾ അടിക്കാൻ മടിയുമാണ് അല്ലേ? അപ്പൊ നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഇപ്പം വില്യംസിന്റെയും കുക്കറേലയും കാര്യം, യമാലിന്റെ കാര്യം, വിങ്ങിൽ കിട്ടിക്കഴിഞ്ഞാൽ ബോൾ എത്രയും വേഗം ഡി ബോക്സ് എത്തിക്കുക, ഗോൾ അടിക്കുക എന്നുള്ള മധ്യനിരയിലെ കളി തുടരും. എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിലാണ് കളി. എങ്ങനെ പോകണം, സാവധാനത്തിൽ പോകണം, വേഗതയിൽ പോകണം, അതായത് നമ്മളൊരു കൂട്ടുകെട്ട് പോലാണ് ഈ വേൾഡ് കപ്പിൽ റോദ്രി പെദ്രി തമ്മിലുള്ളൊരു കോമ്പിനേഷൻ. ഡാനിയൽ ഓൾമയും ചേരുമ്പോഴത്തേന് അത് പൂർണ്ണതയിലെത്തുകയാണ് പലപ്പോഴും. റോഡ്രി, പെഡ്രി, ഒൽമയാണ് മിഡ്ഫീൽഡ് ത്രയം എന്നറിയപ്പെടുന്നത്. അതിന് കൃത്യമായ പാസുകൾ നൽകാൻ ഇവർ മിടുക്കരാണ് കേട്ടോ. അപ്പം ഡിഫൻസ് പ്ലസ് മിഡ്ഫീൽഡ് കണക്ഷൻ കൂടി എടുത്തു പറയേണ്ടതാണ് അല്ലേ?
പിന്നീട് നോക്കുകയാണെങ്കിൽ സ്പാനിഷ് ബോളായിട്ട് ഉനായ് സൈമൺ ഉണ്ട്. നമ്മൾ നേരത്തെ ഗംഭീരമായി തന്നെ വിശദീകരിച്ചു. ഉനായ് സൈമണിന്റെ പറന്ന് പന്ത് പിടിക്കും. അപ്പോൾ ബെൽജിയത്തിന് ഏറ്റവും വലിയ വൻമതിലായിട്ട് അവിടെ നിലകൊള്ളുക ഉനായ് സൈമൺ ആയിരിക്കും. 609 മിനിറ്റ് വരെ ഗോൾ വഴങ്ങിയില്ല. അനുപേട്ട ബെൽജിയം 9ാം റാങ്കാണ് ഫിഫയില്. അതെ, സൗഹൃദ മത്സരങ്ങളിൽ ലോക ചാമ്പ്യന്മാർക്കൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത്. പലപ്പോഴും പതറാറുണ്ട് ഈ ലോകകപ്പ് വേദികളിൽ. പ്രത്യേകിച്ച് മികച്ച കൗണ്ടർ അറ്റാക്കുകളുണ്ട്. വിംഗർമാരുടെ ഒരു വേഗത ഭയങ്കരമാണ്. അതെ, പ്രതിരോധത്തിനാണ് മുൻഗണന. പ്രത്യേകിച്ച് കെവിൻ ഡിബ്രൂയിനെ പോലുള്ള ആൾക്കാരുണ്ട്. കെവിൻ ഡിബ്രൂയിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് സ്ഥിതി. പരിചയസമ്പന്നരായ മിഡ്ഫീൽഡർമാരെ കൊണ്ട് സമ്പന്നമാണ്. കെവിൻ ഡിബ്രൂയിൻ എന്ന മാന്ത്രികനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ തുറുപ്പ് ചീട്ടാണ്. ഇടുങ്ങിയ പ്രതിരോധ കൊട്ട തകർത്തുകൊണ്ട് അസിസ്റ്റുകൾ നൽകാൻ കെവിൻ ഡിബ്രൂയിനെ സാധിക്കും. പ്രീ ക്വാർട്ടറിൽ കെവിൻ ഡിബ്രൂയിനെ കളിപ്പിച്ചില്ല. അങ്ങനെ ഒരു ധൈര്യം കാണിച്ചു മറ്റേ മെസ്സിയില്. പക്ഷെ ഇന്ന് കെവിൻ ഡിബ്രൂയിൻ കളിപ്പിക്കുമായിരിക്കും. അനിവാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. മികച്ച ഡിഫൻസീവ് ബാലൻസ് ഉണ്ട് ഇവർക്ക്. സെറ്റ് പീസുകളിലും ഏറിയൽ ബാറ്റിലുകളിലും മുൻതൂക്കം അത് ബെൽജിയത്തിന് തന്നെയാണ്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് എന്താണ് ഇവരുടെ വീക്ക്നെസ് എന്ന് കൂടി നോക്കാം. പ്ലീസ്. അനുപേട്ട സ്പെയിനെ പരിശോധിക്കുകയാണെങ്കിൽ ഫിനിഷിംഗിൽ ചില സമയത്തൊക്കെ ഒരു അശ്രദ്ധ വരുത്താറുണ്ട്. അതാണ് ഫുട്ബോൾ. ഹൈ ലൈൻ ഡിഫൻസിലെ അപകടം. പലപ്പോഴും ഈ ഡിഫൻഡർമാർ മുന്നോട്ട് കയറി കളിക്കുന്നു. അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് വളരെ പെട്ടെന്ന് ഫൗൾ ചെയ്ത് കളി തടസ്സപ്പെടുത്തുന്ന ശൈലിക്കെതിരെ പലപ്പോഴും സ്പെയിൻ പതറുന്ന കാഴ്ച നമ്മൾ നിരന്തരമായുള്ള പാസങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. ഒപ്പം പ്രത്യാക്രമണങ്ങളിലെ പിഴവ്, കൗണ്ടർ അറ്റാക്ക് അതായത് അവര് കൗണ്ടർ അറ്റാക്ക് ചെയ്യും, മുന്നോട്ട് പോകുന്നതിനെ തിരിച്ച് അവര് ബാക്ക് ഇറക്കുകയും വീണ്ടും മറ്റേ പാസിംഗ് ശൈലിയിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പം ഈ യുവതാരങ്ങളെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ഇനി അടുത്ത ബെൽജിയത്തെ പറ്റി പറയുകയാണെങ്കിൽ ബെൽജിയത്തിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് പ്രായമേറിയ ഡിഫൻസ് ആണ് അവരുടേതെന്ന് പറയുന്നത്. സ്പെയിന്റെ യുവ വിംഗർമാരെ കീഴടക്കാനുള്ള പ്രയാസം അതെപ്പോഴും ബെൽജിയം നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് യമീൻ യമാൽ, നിക്കോ വില്യംസ് ഒക്കെ. അപ്പം സ്ഥിരതയില്ലായ്മയുണ്ട്. മത്സരങ്ങളിൽ പെട്ടെന്ന് താളം നഷ്ടപ്പെടുന്ന ഒരു ശൈലി ബെൽജിയത്തിൽ നിന്ന് പ്രകടമാണ്. ഒപ്പം അമിതമായ കെവിൻ ഡിബ്രൂയിനെ ഡിപെൻഡൻസി കാണിക്കുന്നുണ്ട്. ഒരു താരത്തെ മാത്രം ആശ്രയിക്കും. 90 മിനിറ്റും ഒരേ തീവ്രതയിൽ കളിക്കാൻ കഴിയുന്നില്ല. അവസാനമായി ഗോൾ കീപ്പർ പ്രതിസന്ധി. തിബോ കുർട്ടോയിസ് ഇറങ്ങാനുള്ള സാധ്യത കുറവാണെന്നും കൂടി അറിയുന്നുണ്ട്. കാരണം ഒരു ചെറിയ തർക്കം, ഒരു വഴക്ക് നിലനിൽക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് പ്രേക്ഷകരെ നമ്മൾ ഇതാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. കളിയിറങ്ങിൽ ആര് വാഴും ആര് വീഴും. അനുപേട്ട, അപ്പം നാളെ മടക്ക ടിക്കറ്റ് നിങ്ങൾ ബെൽജിയത്തിന് നൽകി പറഞ്ഞയക്കുമല്ലേ? തീർച്ചയായിട്ടും. ഒരു ഗോൾ